വേനൽക്കാലത്തെ പ്രോസസ്സിങ്ങിൻ്റെ ഒരുപാട് വീഡിയോസ് നമ്മൾ എടുത്തു വെച്ചത് അപ്ലോഡ് ചെയ്യാൻ വൈകിപ്പോയിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഇനിയും വൈകുന്നതിൻ്റെ മുന്നേ അപ്ലോഡ് ചെയ്യാണ്. അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മൾ ചെയ്ത പനപ്പൊടിയുടെ വീഡിയോ ആണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നത് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം വീഡിയോ കാണാൻ ശ്രദ്ധിക്കണേ. പനയുടെ തടി കൊത്തി നുറുക്കിയിട്ട് ചെറിയ പീസസ് ആക്കിയിട്ട് പിന്നെ മില്ലിൽ കൊടുത്തിട്ട് ഈ രീതിയിൽ ആക്കിയെടുക്കുന്നതാണ് ഫസ്റ്റ് പാർട്ട്. ഇനി ഇത് നമ്മൾ കൂവപ്പൊടിക്ക് ചെയ്ത കലാപരിപാടികളൊക്കെ തന്നെ അതേപോലെ തന്നെ ഇത് ചെയ്യണം. വെള്ളത്തിൽ കലക്കി വെക്കണം. എന്നിട്ട് തോർത്ത് കെട്ടിയിട്ട് തോർത്തിലോട്ട് ഒഴിച്ചിട്ട് വെള്ളം ഇങ്ങനെ ഒഴിച്ചെടുത്തിട്ട് പിന്നെ അത് ഊറാൻ അനുവദിച്ചിട്ട് വീണ്ടും വീണ്ടും വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ കലക്കി വെച്ച് പിന്നെ ഊറാൻ വെച്ച് അങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കണം. കൂവയുടേതുപോലെ തന്നെയുള്ള ഒരു പ്രോസസ്സാണെങ്കിൽ കൂടിയിട്ട് ഇത് പനയുടേത് ഫസ്റ്റ് ടൈം ആയപ്പോൾ നമുക്ക് ആദ്യമൊക്കെ ഒരു പ്രയാസം പോലെ തോന്നി കേട്ടോ. പിന്നെ പെട്ടെന്ന് തന്നെ നമ്മളത് പഠിച്ചെടുത്തു. ഉമ്മയൊക്കെ പറഞ്ഞു തന്നു അങ്ങനെയൊന്നുമില്ല, അത് പൊടിയൊക്കെ പെട്ടെന്ന് വന്നോളൂ എന്നൊക്കെ പറഞ്ഞു തന്നു. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഫസ്റ്റ് ഉള്ളതൊക്കെ കലക്കി കഴിഞ്ഞ് പിന്നെ നമ്മൾ കൂവ പോലെ വീണ്ടും ഒരു വട്ടം കൂടെ ഒന്ന് കലക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒറ്റ തവണ കൊണ്ട് തന്നെ എല്ലാം റെഡിയായി കിട്ടും. അങ്ങനെ 2-3 സെറ്റ് നമ്മൾ കലക്കി വെച്ചതുണ്ടായിരുന്നു. എല്ലാം നമ്മളൊരു വട്ടം വെള്ളം ഒഴിവാക്കി വെച്ചു. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ വേസ്റ്റൊക്കെ വരുന്നത്. അങ്ങനെ ഫസ്റ്റ് ടൈം നമ്മൾ ആക്കിയെടുത്ത പനപ്പൊടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് കലക്ക് പോയിട്ടില്ല. ഇനിയും നമ്മൾ 2-3 വട്ടം കലക്കിയിട്ട് വെള്ളം വാർത്ത് കഴിയണം. അതിനുശേഷം നമുക്ക് നല്ല പ്യുവറായിട്ടുള്ള പൗഡർ റെഡിയായി കിട്ടുള്ളൂ. നമ്മൾ കൂവപ്പൊടി ലാർജ് സ്കെയിലായിട്ട് ചെയ്യുന്നതിൻ്റെയൊക്കെ വീഡിയോസ് നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരാണ് നിങ്ങളെന്ന് വെച്ചാൽ ഒന്നത് പോയിട്ട് കണ്ടു നോക്കണേ. അപ്പോൾ നമ്മുടെ പനപ്പൊടിയുടെ വെള്ളമൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനിയിപ്പം ലാസ്റ്റ് വട്ടം വെള്ളം കൂടെ മറിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല പ്യുവറായിട്ടുള്ള വൈറ്റ് പൗഡർ കിട്ടും. പാലക്കാടുള്ള സുബൈദ എന്ന് പേരുള്ള എൻ്റെ പ്രിയപ്പെട്ട കസ്റ്റമർ പറഞ്ഞതായിരുന്നു, നിങ്ങൾ ഒന്ന് ചെയ്യുമോ, നിങ്ങൾ പനയുടെ പൊടി ചെയ്ത് തരുമോ എന്നൊക്കെ ചോദിച്ചതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പനയുടെ തടി സംഘടിപ്പിക്കുകയും അങ്ങനെ ചെയ്ത് നോക്കിയത്. വളരെ കുറച്ച് പൗഡറേ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളൂ. പക്ഷേ എന്നാലും നമുക്കത് ഭയങ്കര ഹരമായി, ഇഷ്ടപ്പെട്ടൊരു വർക്കും എല്ലാം കൂടെ ആയപ്പോൾ പിന്നെ അതുപോലെ ഭയങ്കര ടേസ്റ്റി പൗഡറാണെന്നുള്ളതും മനസ്സിലാക്കാൻ പറ്റി. പൊടിയൊക്കെ ആയി വരുമ്പോഴത്തേക്ക് നല്ല മഴക്കാറുണ്ടായിരുന്നു. അതുകൊണ്ട് ഡ്രയറിലാണ് നമ്മളിത് ഉണക്കിയിരിക്കുന്നത്. എന്തായാലും പൊടിയൊക്കെ വളരെ ഹൈജീനിക് ആയിട്ട് തന്നെ നമുക്ക് പുറത്തെടുക്കാൻ പറ്റി. ഏറ്റവും നല്ല രീതിയിൽ നമുക്കത് അതിനുശേഷം ഉണക്കാനും സാധിച്ചു. സംഭവം നമ്മൾ ചെയ്തത് ചെറിയൊരു വർക്കാണെങ്കിലും കൂവപ്പൊടി പോലെ തന്നെ ഒരുപാട് പേരുടെ അധ്വാനം ഇതിൻ്റെ പുറകിലുണ്ട് കേട്ടോ. നമുക്ക് മില്ലിലെ സുരേഷ് ചേട്ടനെയും പിന്നെ ഇത് ഞങ്ങൾക്ക് കൊത്തിപ്പൊടിച്ച് തന്ന നുജുവും ബായിയെയും ഒന്നും മറക്കാൻ പറ്റില്ല. ഒരുപാട് അനുഭവങ്ങളും ഇതിൻ്റെ പുറകിലുണ്ടായി കേട്ടോ. സ്വന്തം കുടുംബത്തിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി ഇതുപോലുള്ള ഹെൽത്തി ആയിട്ടുള്ള പൗഡേഴ്സൊക്കെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങളും നല്ല പെയിനൊക്കെ എടുക്കാറുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പം ഞാനിത് വെച്ചിട്ട് ഉണ്ടാക്കിയൊരു വളരെ നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഐറ്റം കൂടെ നിങ്ങളെ കാണിക്കുകയാണ്. പന വിരകിയത്. നേരത്തെ നമ്മൾ കൂവ വിരകി കാണിച്ചിരുന്നു, സെയിം ഐറ്റം തന്നെ. അപ്പം നമ്മളിതിന് മധുരത്തിന് ഓർഗാനിക് ജാഗറി പൗഡർ നമ്മുടെ സബ്സ്ക്രൈബർ സാജൻ ബായി നമുക്ക് അട്ടപ്പാടിയിൽ നിന്ന് അയച്ചു തരുന്നതാണ്. ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന സാധാരണ ശർക്കരയും ഇതും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ ഇതിൽ കെമിക്കലൊന്നും അടങ്ങിയിട്ടില്ല എന്നത് തന്നെ. അപ്പോൾ ഡയല്യൂട്ട് ചെയ്ത് എടുക്കാനൊക്കെ വളരെ ഈസിയാണ് ഇത് പൗഡർ ആയതുകൊണ്ട്. അപ്പോൾ നമ്മുടെ പനപ്പൊടിക്ക് മധുരത്തിന് വേണ്ടിയിട്ടുള്ള ശർക്കര നമ്മളിവിടെ ശർക്കര പൊടി ഉപയോഗിച്ചിട്ട് വെള്ളം ചേർത്തിട്ട് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ ചൂടാക്കിയിട്ട് അതിൽ നാടൻ നെയ്യോ അല്ലെങ്കിൽ ശുദ്ധമായ വെളിച്ചെണ്ണയോ ഉപയോഗിച്ചിട്ട് പിന്നെ നന്നായിട്ട് ചെറിയുള്ളി കട്ട് ചെയ്തിട്ടിട്ട് മൂപ്പിച്ചെടുക്കണം. ഇതിലോട്ട് നമ്മൾ ഫസ്റ്റ് കലക്കി വെച്ചിരിക്കുന്ന പനയുടെ പൗഡർ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് സുമാർ ഒരു 1-2 സ്പൂൺ എടുത്ത് ഉപയോഗിച്ച് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ അത് മനസ്സിലാവും എങ്ങനെ എത്രമാത്രം ചെയ്യണം എന്നുള്ളത്. ശർക്കരപ്പാനിയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ഇളക്കി വിരകി തുടങ്ങണം. നമ്മൾ ഉള്ളി തൂമിച്ച സമയത്ത് പിന്നെ അരിയും കൂടെ ഇടുന്നത് പറ്റും കേട്ടോ. അരിയും കൂടെ ഇട്ടിട്ട് പൊട്ടിച്ചെടുക്കാം. പിന്നെ നമുക്ക് ഒരു രുചിക്ക് വേണ്ടിയിട്ട് ചെറിയ ജീരകത്തിൻ്റെ പൗഡർ ചേർക്കാം. ഞാൻ ചെറിയ ജീരകവും പിന്നെ ഏലക്കായും കൂടെ ഒന്നിച്ച് ചേർത്ത് കഴുകി ഉണക്കിയിട്ട് പൊടിച്ച് സൂക്ഷിച്ചു. കൂവപ്പൊടി പോലെ തന്നെയാണ് പനയുടെ പൗഡറും. അതും പെട്ടെന്ന് തന്നെ അങ്ങനെ ഉറപ്പായിട്ട് വന്ന് വേഗം അങ്ങനെ കട്ടയായി പോകും. അപ്പോൾ നല്ലതായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം.
മധുരമുള്ള ഏതൊരു ഐറ്റം നമ്മൾ ഉണ്ടാക്കുമ്പോൾ അതിലൊരു നുള്ള ഉപ്പ് ഇടണമല്ലോ. അപ്പോൾ നമ്മൾ ഉപ്പ് പൊടിച്ച് വെച്ച കല്ലുപ്പ് ഒരല്പം ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങ അവൈലബിൾ ആയിട്ടുള്ളവർക്ക് ഇതിൽ തേങ്ങയും കൂടെ ചേർക്കാം. നമുക്കിവിടെ നിറയെ തേങ്ങയാണ്. അപ്പോൾ നമ്മൾ തേങ്ങ ചിരവി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മധുരമൊക്കെ റെഡിയാണോ എന്നുള്ളത് ഈ സമയത്ത് നോക്കാം. ഇല്ലെങ്കിൽ കുറച്ചും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഈ സെയിം ഐറ്റം തന്നെ ഡയബറ്റിക് ആയിട്ടുള്ളവർക്ക് വെറും ഉപ്പ് മാത്രം ചേർത്തിട്ട് ഉണ്ടാക്കിയെടുക്കാം. അത് കറി കൂട്ടി കഴിച്ചാൽ മതി, വളരെ ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ നമ്മുടെ നൊസ്റ്റാൾജിക് പനപ്പൊടി വിരകിയത് ഇവിടെ ഏകദേശം അതിൻ്റെ ലാസ്റ്റ് സ്റ്റേജിലേക്കായി വന്നിട്ടുണ്ട്. നല്ല കട്ടകട്ടയാവുന്നുണ്ട്. ക്ഷമയോടുകൂടി മെല്ലെ മെല്ലെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. വിരകി നല്ലൊരു ടൈറ്റ് രൂപത്തിലേക്കാവുമ്പോൾ നമുക്കിതെടുത്തിട്ട് കഴിക്കാൻ പറ്റുന്നത്. ബോഡി വെയ്റ്റ് കുറയ്ക്കാൻ കഷ്ടപ്പെടുന്നവർക്കും ഒക്കെ കഴിക്കുക കേട്ടോ. പക്ഷേ ഒരു നേരത്തെ ആഹാരമായിട്ട് കഴിച്ചു കൊള്ളണം എന്ന് മാത്രം. അപ്പോൾ നമ്മുടെ പനപ്പൊടിയൊക്കെ വിരകി നമ്മൾ കഴിച്ചു. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഇടയ്ക്കിടയ്ക്ക് വൈകുന്നേരത്തെ ചായൻ്റെ കടിയൊക്കെ ആയിട്ട് നമ്മളിത് ഉണ്ടാക്കാറുണ്ട്. ഡ്രയറിൽ ഉണക്കിയത് കാരണം നമുക്കൊരു 1-1.5 ദിവസം കൊണ്ടൊക്കെ നമ്മുടെ പൗഡർ നല്ല അടിപൊളിയായിട്ട് റെഡിയായി കിട്ടി. അപ്പോൾ എല്ലാവരും ബുക്ക് ചെയ്തോളൂ. താങ്ക് യു.